സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ദി ഇൻഡെക്സ് ഓഫ് കോറിലേഷൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് വേണ്ടത് ആർ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തണം. നമുക്കറിയാം ആർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1. ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. തന്നിരിക്കുന്ന രണ്ട് ഡേറ്റയാണ്. ഒന്ന് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിൻ്റെ ഡേറ്റ, വൈ എന്ന് പറയുന്ന അടുത്തൊരു വേരിയബിൾ, അതിൻ്റെ ഡേറ്റ. അപ്പം ഈ രണ്ട് വേരിയബിൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് പോസിറ്റീവ് കോറിലേഷൻ എന്നും നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ എന്നൊക്കെ നമ്മൾ വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആറിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സ്പിയർമാൻ്റെ റാങ്ക് മെത്തേഡാണ് ചെയ്യുന്നത്. അതായത് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഈ തന്നിരിക്കുന്ന ഡേറ്റയെ റാങ്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ തന്നിരിക്കുന്ന ഡേറ്റയെ റാങ്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ ഡേറ്റയെ റാങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആർ വാല്യൂ കണ്ടെത്താം. നമ്മളതാ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ വെർട്ടിക്കലി ഒന്ന് ടേബിളാക്കി മാറ്റുകയാണ്. എക്സ്, വൈ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എഴുതുന്നു. 5, 6, 7, 9, 12, 15. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ അതും അതുപോലെ തന്നെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പാടില്ല. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 16 ആയിരുന്നു തന്നിരുന്നത് കേട്ടോ. അതങ്ങനെ തന്നെ പോട്ടെ. 16, 20, 22, 25, 24, 26. ഓക്കെ, അപ്പം എക്സും വൈയും നമ്മളെടുത്ത് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനിതിനെ റാങ്ക് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് വൺ R1. R1 എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ഡേറ്റ, ഇതിനെയാണ് ഞാൻ റാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ വാല്യൂവിന് നിങ്ങൾക്ക് റാങ്ക് 1 എന്ന് കൊടുക്കാം, പിന്നെ തൊട്ടടുത്ത വലിയ വാല്യൂവിന് റാങ്ക് 2, തൊട്ടടുത്ത വാല്യൂവിന് റാങ്ക് 3, അങ്ങനെ കൊടുത്ത് പോകാം. അല്ലെങ്കിൽ ഏറ്റവും വലിയ വാല്യൂവിന് നിങ്ങൾക്ക് റാങ്ക് 1 കൊടുക്കാം, തൊട്ട് താഴെയുള്ള അടുത്ത വാല്യൂവിന് റാങ്ക് 2, തൊട്ടടുത്ത താഴെയുള്ള വാല്യൂവിന് റാങ്ക് 3, അങ്ങനെ കൊടുത്തു പോകാം. സോ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ഡേറ്റയിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അതിന് റാങ്ക് 1 എന്ന് കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, 5, 6, 7, 9, 12, 15. ഏറ്റവും വലുത് ഏതാണ്? 15 ആണ്. അപ്പോൾ അതിന് ഞാൻ റാങ്ക് 1 എന്ന് കൊടുക്കുന്നു. റാങ്ക് 1. ഇനി തൊട്ട് താഴെയുള്ള 15 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒബ്സർവേഷൻ ഏതാണ്? 12 ആണ്. അപ്പോൾ അതിന് ഞാൻ റാങ്ക് 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 12 കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. അടുത്ത ഒബ്സർവേഷൻ 9 ആണ്. സോ ദിസ് ഈസ് റാങ്ക് 3. പിന്നെയുള്ളത് ഓഫ് കോഴ്സ് 7 ആണ്, റാങ്ക് 4. പിന്നെയുള്ളത് 6 ആണ്, റാങ്ക് 5. പിന്നെയുള്ളത് 5 ആണ്, റാങ്ക് 6. മൊത്തം 6 ഒബ്സർവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനതിനെ 1 to 6 റാങ്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ 15, ഏറ്റവും വലുത് റാങ്ക് 1, പിന്നെ വരുന്നത് റാങ്ക് 2, പിന്നെയുള്ളത് റാങ്ക് 3, പിന്നെയുള്ളത് റാങ്ക് 4, അങ്ങനെ റാങ്ക് 6 വരെ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് റാങ്ക് 2. രണ്ടാമത്തെ വേരിയബിളിനെ ഞാൻ റാങ്ക് ചെയ്യുന്നു, അതായത് നമ്മുടെ വൈ എന്ന് പറയുന്ന കോളം. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? നോക്കുമ്പോൾ തന്നെ അറിയാം, 26 ആണ്. സോ അവിടെ ഞാൻ റാങ്ക് 1 കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാണ്? 25. സോ അത് റാങ്ക് 2. പിന്നെയുള്ളത് 24. അപ്പോൾ അവിടെ റാങ്ക് 3. ഇനിയുള്ളത് 22, റാങ്ക് 4, റാങ്ക് 5, റാങ്ക് 6. അപ്പോൾ നോക്കിക്കേ, ഞാൻ എക്സിനെയും വൈയെയും എന്ത് ചെയ്തു? റാങ്ക് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ റാങ്കിൻ്റെ ഡിഫറൻസ് കാണുന്നു, R1 മൈനസ് R2. അപ്പോൾ നമുക്കിനി ഈ രണ്ട് കോളം മാത്രം നോക്കിയാൽ മതി, R1, R2. ഞാൻ കാണുന്നത് ഡിഫറൻസ് ആണ്, R1 മൈനസ് R2. നോക്കിക്കേ, R1 മൈനസ് R2, അപ്പം 6 മൈനസ് 6 ഈക്വൽ ടു എന്ത് വരും? 0. ദെൻ രണ്ടാമത്തെ കോളം, രണ്ടാമത്തെ റോ, 5 മൈനസ് 5 ഈക്വൽ ടു 0. ദെൻ മൂന്നാമത്തെ റോ, 4 മൈനസ് 4 ഈക്വൽ ടു 0. ദെൻ 3 മൈനസ് 2 ഈക്വൽ ടു 1.
അടുത്തത് 2 മൈനസ് 3 ഇസ് ഈക്വൽ ടു -1. ദെൻ ലാസ്റ്റ് 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആ റാങ്കിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കണ്ടെത്തിയ ഡിഫറൻസിൻ്റെ സ്ക്വയർ എടുക്കുന്നു, d². അപ്പോൾ നോക്കിക്കേ, 0യുടെ സ്ക്വയർ 0, 0യുടെ സ്ക്വയർ അഗെയിൻ 0. മൂന്നാമത്തെ കോളം അഗെയിൻ 0യുടെ സ്ക്വയർ 0. അടുത്ത റോയിൽ 1ൻ്റെ സ്ക്വയർ 1, അടുത്തത് -1ൻ്റെ സ്ക്വയർ 1, അടുത്ത 0യുടെ സ്ക്വയർ 0. ദെൻ ഈ d² എല്ലാം കൂടി എത്ര വരും? സിഗ്മ d². ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ലാസ്റ്റ് കോളം മാത്രം കൂട്ടുമ്പോൾ എത്ര വരും? 1 + 1 becomes 2. അവിടെ നിൽക്കട്ടെ. സോ നമ്മൾ ചെയ്തത് എന്താ? നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ടായിരുന്നു x, y. അതിനെ ഞാനിങ്ങനെ x എന്നിങ്ങനെ y എന്നിങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് എഴുതി. അതിനുശേഷം എക്സിന് റാങ്ക് ചെയ്തു. എക്സിനെ റാങ്ക് ചെയ്തപ്പോൾ ഏറ്റവും വലിയ വാല്യൂ 15 റാങ്ക് 1, പിന്നെയുള്ള 12 റാങ്ക് 2, പിന്നെയുള്ള 9 റാങ്ക് 3, 7 റാങ്ക് 4, 6 റാങ്ക് 5, 5 റാങ്ക് 6. അതുപോലെ തന്നെ അടുത്ത കോളത്തിൽ റാങ്ക് 2 രണ്ടാമത്തെ വേരിയബിളിനെയും ഞാൻ റാങ്ക് ചെയ്തു. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 26ന് റാങ്ക് 1 കൊടുത്തു. പിന്നെ വരുന്ന റാങ്ക് 25 ആണ്, അതിന് റാങ്ക് 2 കൊടുത്തു. പിന്നെ വരുന്നത് 24 ആയിരുന്നു, അതിന് റാങ്ക് 3 കൊടുത്തു. അങ്ങനെ 1 to 6 അതിനെയും റാങ്ക് ചെയ്തു. നെക്സ്റ്റ് കോളത്തിൽ റാങ്കിൻ്റെ ഡിഫറൻസ് കണ്ടെത്തി, അതിൻ്റെ സ്ക്വയർ കണ്ടെത്തി. ദെൻ അക്കോർഡിംഗ് ടു സ്പിയർമാൻ ഇക്വേഷൻ R is equal to 1 minus 6 into sigma d² by ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വെറുതെ ഒന്ന് എന്താ പറയുക, നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. വിച്ച് ഇസ് ഈക്വൽ ടു 1 minus 6 into sigma d². അത് നമുക്കിവിടെ കിട്ടി, ദേ കിടക്കുന്നു. സിഗ്മ d²ൻ്റെ വാല്യൂ 2 എന്നുണ്ട്. അപ്പോൾ 6 into 2 ഡിവൈഡഡ് ബൈ n into n² minus 1. n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എണ്ണമുണ്ട്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതിവിടെ ഉണ്ട്. 1 2 3 4 5 6, മൊത്തം 6 എണ്ണം. സോ 6 into 6ൻ്റെ സ്ക്വയർ മൈനസ് 1. അപ്പോൾ എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ്, നമുക്ക് ഈ 6ഉം ഈ 6 കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് 2 ഡിവൈഡഡ് ബൈ 6ൻ്റെ സ്ക്വയർ 36 മൈനസ് 1, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 by 35. 1 മൈനസ് 0.05 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0.95 is the answer. So the R value is 0.95. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 0.8 മുതൽ 1 വരെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ വെരി സ്ട്രോങ് കോറിലേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 0.95 ആണ്, വിച്ച് ലൈസ് ബിറ്റ്വീൻ 0.8 and 1. So these two variables x and y are having a very strong correlation.